നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി എന്തും സംഭവിക്കാം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. CMRL സമർപ്പിച്ച ആദായ നികുതി വിവരങ്ങളിൽ പൊരുത്തക്കേടുകൾ. CMRL എക്സാലോജിക് വിവാദ സാമ്പത്തിക ഇടപാടിൽ ആദായ നികുതി വകുപ്പിൽ നിന്ന് SFIO ഉദ്യോഗസ്ഥർ കൂടുതൽ വിവരങ്ങൾ തേടിയതായി സൂചനയുണ്ട്. CMRL സമർപ്പിച്ച ആദായ നികുതി വിവരങ്ങളിൽ SFIO ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതോടെ KSIDCയിൽ അന്വേഷണ സംഘം പരിശോധനയ്ക്ക് എത്തിയിരിക്കുകയാണ്. അറ്റാദായവും കമ്പനിയുടെ ആസ്തിയും തമ്മിൽ വലിയ അന്തരമാണ് കണ്ടെത്തിയത്. 2023 മാർച്ച് 31 കമ്പനിയുടെ പ്രഖ്യാപിത അറ്റാദായം 73 കോടി രൂപ മാത്രമാണ്. എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കമ്പനിയുടെ യഥാർത്ഥ ലാഭം ഇതിലുമേറെയാണ്. യഥാർത്ഥ ലാഭത്തിന്റെ 1/4 പോലും കമ്പനിയുടെ ആസ്തിയായി മാറിയിട്ടില്ലെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ ഈ പണം എന്തു ചെയ്തു, ആർക്കു നൽകി എന്നാണ് SFIO കണ്ടെത്താൻ ശ്രമിക്കുന്നത്. CMRLന്റെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ 2 ദിവസം നടത്തിയ പരിശോധനയിൽ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് SFIO ഉദ്യോഗസ്ഥർ കൂടുതൽ വ്യക്തത തേടിയാണ് പരിശോധന തുടരുന്നത്. ഇതിനായി ആദായ നികുതി വകുപ്പിൽ നിന്ന് കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടതായും വിവരമുണ്ട്. CMRLൽ ഓഹരി പങ്കാളിത്തമുള്ള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയിൽ നിന്നും ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. എക്സാലോജിക്കിന്റെ വിവരശേഖരണത്തിനായി വീണ വിജയനെ വിളിച്ചു വരുത്തുമോ എന്നതാണ് ഏറെ നിർണായകം. ഇതുവരെ ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച ശേഷം അതുകൂടി മുൻനിർത്തിയാകും തുടർ നടപടികൾ. ബംഗളൂരുവിലെ എക്സാലോജിക്കിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലവും സംഘം പരിശോധിക്കും. ഇപ്പോൾ നടക്കുന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തെ അറിയിച്ച ശേഷമാകും SFIO തുടർ നടപടികളിലേക്ക് കടക്കുക. ഇതുകൂടാതെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ എറണാകുളത്തെ ആദായ നികുതി വകുപ്പ് ആസ്ഥാനം സന്ദർശിച്ച തെളിവുകൾ ശേഖരിച്ചിരുന്നു. CMRL കമ്പനി കാലാകാലങ്ങളായി സമർപ്പിച്ചിരിക്കുന്ന ആദായ നികുതി രേഖകളാണ് പരിശോധിച്ചത്. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉദ്യോഗസ്ഥരാണ് SFIO സംഘത്തിലുള്ളത്. തെളിവ് ശേഖരണത്തിന്റെ 2ാം ദിവസമായ ഇന്നലെ 6 ഉദ്യോഗസ്ഥരാണ് CMRLന്റെ ആലുവയിലെ ഓഫീസ് ആസ്ഥാനത്ത് പരിശോധനയ്ക്ക് എത്തിയത്. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M അരുൺ പ്രസാദിനാണ് അന്വേഷണ ചുമതല. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെയും സേവനം SFIO വരും ദിവസങ്ങളിൽ തേടും. വരും ദിവസങ്ങളിലും തെളിവ് ശേഖരണം തുടരുമെന്നാണ് വിവരം. രേഖകൾ പരിശോധിക്കുന്നതിനൊപ്പം ഉദ്യോഗസ്ഥരുടെ മൊഴികളും രേഖപ്പെടുത്തുന്നുണ്ട്. CMRL, KSIDC, അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ IT സർവീസ് കമ്പനിയായ എക്സാലോജിക് എന്നിവയാണ് അന്വേഷണ പരിധിയിലുള്ളത്. SFIO ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന മൊഴികൾക്ക് മജിസ്ട്രേറ്റ് മുൻപാകെ നൽകുന്ന മൊഴികളുടെ നിയമസാധുതയുണ്ട്.